ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മള് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ 2024 61/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 24 എല്ലാം നമുക്ക് തീർക്കാം, എന്നിട്ട് 23ലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊക്ക് എക്സാം ആകുമ്പോഴേക്കും 24ത്തെ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് എക്സാം വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുന്നോടിയായി തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും തുടർച്ചയായിട്ട് നിങ്ങളുടെ അതായത് നിങ്ങൾ വേഗം ഇതിൽ നിന്നും മാറിയിട്ട് പുതിയ കൂട്ടുകാരെ ഇതിലേക്ക് കൊണ്ടുവരിക. കാരണം നിങ്ങൾ മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലിയിലേക്ക് കയറിയിട്ട് കേട്ടോ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും ചാനലിന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറയണം. നിങ്ങളുടെ സപ്പോർട്ടാണ്. ഒരുപാട് നന്ദി. അത് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് തന്നെ ഞാൻ പറയാണ്. അതെങ്ങനെയാണ് എനിക്ക് പറയുന്നതിൽ എനിക്ക് എങ്ങനെയാ പറയണമെന്ന് അറിയില്ല. അപ്പോൾ മനസ്സിൽ തൊട്ട് പറയണ എല്ലാവർക്കും ജോലി സാധ്യത പെട്ടെന്ന് തന്നെ ഈ 2024 ഇപ്പൊ കഴിയാനായി 2025 തന്നെ ജോലിയൊക്കെ കയറി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ, ജീവിതമൊക്കെ മെച്ചപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ നോക്കട്ടെ. നിങ്ങൾ ഒപ്പം ചെയ്തു വരണേ. ഒപ്പം ചെയ്താലാണ് ഞാൻ എന്ത് ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ ചെയ്തു അത് കേട്ടു അങ്ങനെ പോയിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ അവിടെ കണ്ടുപിടിച്ച് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെയായിരിക്കും നമുക്ക് കടക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല വർഷം ഏതാണ്? 1919 അല്ലേ? ഏതാണ്? റൗലറ്റ് ആക്ട് കേട്ടോ. 1919 റൗലറ്റ് ആക്ട് ആണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കാണ്? കിട്ടിയോ? ആൻസർ കിട്ടിയോ? നിങ്ങൾ ചെയ്യണം ട്ടോ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം 1929 നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി 1905 ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം പിൻവലിച്ചത് 1911 ഹാർഡിഞ്ച് പ്രഭുവാണ് കേട്ടോ. ഹാർഡിഞ്ച് പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ് കേട്ടോ. സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട് അല്ലെ. അത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 ആണ് അല്ലെ. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23 ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഏതിൽ വരുന്നത്? 19 വരുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28 വരുന്നുണ്ട് അല്ലെ. 23 24 അല്ലെ. ഫോഴ്സ്ഡ് ലേബർ അല്ലേ വരുന്നത്, ചൂഷണത്തിനെതിരെയുള്ളത് വരുന്നത് 23 24 തോന്നുന്നു. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28. അപ്പൊ 19 ആണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 വരുന്നത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 44ാം ഭേദഗതി 1978. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് രാജ്യത്തിന്റെ ഏത് ഭരണഘടന? മൗലികാവകാശങ്ങള് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക കടമകളാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. 1976 നോക്കൂ, നമ്മളോട് മലയാളത്തിൽ പറയും ശുപാർശ, ശിപാർശ, ഏതാണ് കറക്റ്റ് എന്നുള്ളത് മലയാളത്തിൽ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ശിപാർശ, ഇതാണ് കറക്റ്റ് വാക്ക്. അവർ തന്നിരിക്കുന്ന വാക്ക് നോക്കൂ, ശുപാർശ. അപ്പൊ അവർക്ക് എന്തുവാകാം, നമുക്കൊന്നും പാടില്ല അല്ലേ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? സംയുക്ത സമ്മേളനം പറയുമ്പോൾ രാജ്യസഭയെയും ലോകസഭയെയും കൂടിയിട്ട് ഒപ്പം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ? 47 ഐക്യ കേരള കൺവെൻഷൻ. അത് ആദ്യം പഠിക്കണം. തൃശ്ശൂരാണ് കേട്ടോ.
സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറില്ല. PSCക്ക് അത്ര ഇഷ്ടമാണ് വൈകുണ്ഠ സ്വാമികളെ പഠിച്ചു വെക്കാനാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് പറയുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ബായി ട്ടോ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്, പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയത് ആരാണ്? ഇവിടെ സൗജന്യം, അവിടെ നിർബന്ധിതം എന്ന് വരികയാണെങ്കിൽ ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളാണ്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ഏത്? ബ്രസീൽ. കറക്റ്റ് പ്രസ്താവനയാണ് കേട്ടോ. G20യിൽ ഏത് രാജ്യമുണ്ട്? ബ്രസീൽ ഉണ്ട്. G20ക്ക് സ്ഥിരമായിട്ടുള്ള ആസ്ഥാനമില്ല. ശരിയാണ്. ഈ പ്രാവശ്യം G20 ഒരു സ്ഥലത്താണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അടുത്ത വർഷം വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പൊ സ്ഥിരമായിട്ട് ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. അതുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് അല്ലേ? ഓരോ വർഷവും നമ്മൾ എക്സാമിന് 2022 ഏതാണ്, 23 എവിടെ നടന്നു, 24 എവിടെ നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ തന്നെ നമുക്കറിയാം എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട് കേട്ടോ. അപ്പൊ തെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. പിന്നെ KM പണിക്കറുണ്ട്, HN കുൻസറുണ്ട്. ഇവരെ 3 പേരും ഇതിലത്തെ അംഗങ്ങളാണ്. പക്ഷെ പോറ്റി ശ്രീരാമുലു വരുന്നില്ല. അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അല്ലെ? ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമുലു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? വിദേശ നയത്തില് ചേരിചേരാ നയം വരും ട്ടോ. അതുപോലെ ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസവും ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ 19ാമത്തെ ആൻസർ വരുന്നത് C ആണ് ട്ടോ. 1, 2, 3. അതേപോലെ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം തന്നെ ഒരു കോട്ടിംഗ് പറയുന്നുണ്ട് അല്ലെ? വിദേശ നയം എന്ന് പറയുന്നത് പരസ്പര രാജ്യങ്ങൾ തമ്മിൽ തന്നെ എന്ത് ചെയ്യണം? സമാധാനപരമായിട്ട് ഒരു സഹവർത്തിത്വം വേണം. എന്ത് നിലപാട് എടുക്കുമ്പോഴും അവിടെ എന്ത് വേണം? സമാധാനപരമായിട്ടാണ്. ഒരിക്കലും യുദ്ധപരമായിട്ടൊന്നും പോകാൻ പാടില്ല എന്ന് ആര് പറയുന്നുണ്ട്? നെഹ്റു പറയുന്നുണ്ട്. അപ്പൊ ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, ഇത് 3ഉമാണ് ഏതിൽ വരുന്നത്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവയാണ്. സ്വാശ്രയത്വം എന്നൊക്കെ പറയുന്നത് ഏതിൽ വരുന്നതാണ്? പഞ്ചവത്സര പദ്ധതികളിൽ വരുന്നതാണ്. 4ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതാണ്? സ്വാശ്രയത്വമാണ് അല്ലെ? അപ്പൊ 1, 2, 3 പഠിച്ചു വെക്കോ ട്ടോ. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടത് ഏതാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പൊ എനിക്ക് എപ്പോഴും ഇത് കൺഫ്യൂഷൻ വരും ട്ടോ. ഈ അച്ചുതണ്ട് ശക്തികൾ, അതേപോലെ 4 പടിക്കാറുണ്ടല്ലോ. ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, അച്ചുതണ്ട് ശക്തികൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ അച്ചുതണ്ട് ശക്തികൾ, അപ്പൊ ഞാൻ പറയും ഇജ്ജ് ശക്തിമാനാണോ എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ കണക്ട് ചെയ്ത് വെച്ച് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അച്ചുതണ്ട് ശക്തികൾ, നമ്മുടെ ശക്തിയുമില്ലേ, നിനക്ക് നല്ല ശക്തി ഉണ്ട് നമ്മൾ പറയില്ലേ? അപ്പൊ നമ്മൾ ഈ എന്താണ് ചില സമുദായത്തിൽ പെട്ടവർ പറയില്ല ഇജ്ജ് എന്താടോ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് കണക്ട് ചെയ്തെന്നറിയോ? എനിക്ക് കുറേ പഠിച്ചിട്ട് പിന്നെ അത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ തെറ്റും. അപ്പൊ ഞാൻ ഇജ്ജ് എന്ത് കണക്ട് ചെയ്യുന്നറിയോ? ഇജ്ജ് ആള് ഭയങ്കര ശക്തിമാനാണല്ലോടോ എന്ന് കണക്ട് ചെയ്ത് ഇജ്ജ്. അപ്പൊ കണ്ട ഇജ്ജ് രണ്ടും ജി കണ്ട എന്ന് വരുന്ന വാക്കുകളാണല്ലോ. അപ്പൊ ഇജ്ജ് എന്ന് കണക്ട് ചെയ്തു. ഇറ്റലി, ജപ്പാൻ, എന്താണ് ജർമ്മനി, അങ്ങനെ കണക്ട് ചെയ്തു കേട്ടോ. ഇജ്ജ് വളരെ ശക്തിമാനാണല്ലോടോ എന്ന് കണക്ട് ചെയ്തു. അപ്പൊ ഇത് എനിക്ക് കിട്ടാൻ തുടങ്ങി പിന്നീട്. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ? 1950 മാർച്ച് 15-നാണ് എന്ത് ചെയ്യുന്നത്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് അല്ലെ? സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് നമ്മുടെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിക്കാൻ ഇടയായത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം.
കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത, നമ്മൾ കണ്ടതാണ്, ന്യൂസുകളിലൊക്കെ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നു. ജിലുമോൾ ആണ് കേട്ടോ. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത. ജിലുമോൾ എന്ന് പഠിച്ചു വെച്ചാൽ മതി. 2023 ഇത് 2024 കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ശ്രീലങ്കയെ ആണ് കേട്ടോ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ശ്രീലങ്ക നോട്ട് ചെയ്ത് വെച്ചോ. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും അതാണ് ആദ്യം ചെയ്യാൻ പഠിക്കേണ്ടത്. കാരണം ഇതിൽ ചെയ്തു അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അവിടെ 100% കംഫർട്ട് ആണ്. ആ ടോപ്പിക് നമ്മൾ അവിടെ കംപ്ലീറ്റ് ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അറിയാത്ത ക്വസ്റ്റ്യൻ എത്തുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയാ റിപ്പീറ്റ് ചെയ്ത് വായിക്കാണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരും. അപ്പൊ നമുക്ക് വീണ്ടും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് നമ്മുടെ ഫാൾട്ട് ആണ്. അപ്പൊ അത് വരാൻ പാടില്ല കേട്ടോ. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനമാണ് അല്ലെ. 1ാം സ്ഥാനം ഏത് രാജ്യമാണ്? വലിപ്പത്തിൽ 1ാം സ്ഥാനം ഏതാണ്? റഷ്യ ആണ് അല്ലെ. 2ാം സ്ഥാനം ഏതാണ്? കാനഡ. 3ാമത് ഏതാണ്? ചൈന. 4ാമത് ഏതാണ്? USA. 5ാമത് ഏതാണ്? ബ്രസീൽ. 5ാമത് ബ്രസീൽ. 6ാമത് ഏതാണ്? ഓസ്ട്രേലിയ. 7ാമത് നമ്മുടെ ഇന്ത്യ. പഠിച്ചല്ലോ. 1ാമത് റഷ്യ, 2ാമത് കാനഡ, 3ാമത് ചൈന, 4 USA, 5 ബ്രസീൽ, 6 ഓസ്ട്രേലിയ, 7 ഇന്ത്യ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ. സാംസ്കാരിക വകുപ്പ് അല്ലെ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. 2003 വന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന അല്ലെ. ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ് കേട്ടോ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? നമ്മുടെ കേരളത്തില് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. ഇടുക്കിയാണ്. 2ാമത് വരുന്നതാണ് ഏത്? ശബരിഗിരി കേട്ടോ. 2ാമത് വരുന്ന ജലവൈദ്യുത വലിപ്പത്തിലെ 2ാം സ്ഥാനം ശബരിഗിരിക്കാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ് അല്ലെ. തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണെങ്കിൽ വടക്കേ അറ്റം ഏതാണ്? വടക്കേ അറ്റം ഇന്ദിരാപോള്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ്. 37ാമത്തെ ആൻസർ പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായല്? ഇപ്രാവശ്യം 2024 നെഹ്റു ട്രോഫി വള്ളംകളി വിജയിച്ചത് ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ. കാരിച്ചാൽ ചുണ്ടനാണ് 2024 വിജയി. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജാംദാർ. ഇത് മാറി നിതിൻ ജാംദാർ കേട്ടോ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. 1984 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിൽ വരുന്നത് 85 ഇന്ത്യയിലെ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? രാജീവ് ഗാന്ധി അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഏത് വർഷം? 1973 7 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? കേരളം സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട്. ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പഠിച്ചോ. 14 ജഗദീപ് ധൻകർ. അവർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രപതി ഒന്നും ഇപ്പൊ അറിയേണ്ട ആവശ്യമില്ല.
അത് എല്ലാവർക്കും അറിയാം. അത് എത്രാമത്തെ ആണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് കേട്ടോ. 14ാമത് ഉപരാഷ്ട്രപതി. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചത് അല്ലാത്തത്. ലാൻഡർ ചന്ദ്രയാൻ 3യുടെ പേടകങ്ങളായ ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂള് ഇതൊക്കെ ചന്ദ്രയാൻ 3യുടെ ഭാഗമാണ്. ഓർബിറ്റർ വരില്ല കേട്ടോ. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഇതൊക്കെ ചന്ദ്രയാൻ 3യിലൂടെ ISRO വിക്ഷേപിച്ചവയാണ്. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം, അമൃത ഷെർഗിലിന്റെ ഗ്രാമീണ ജീവിതം അല്ലെ, ഗ്രാമീണ ജീവിതം, അമൃത ഷെർഗിൽ. ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി, ഗോദാൻ എന്ന കൃതി 4 ഓപ്ഷനിൽ ഏത് വരും? പ്രേംചന്ദ് ആണ്. ഗോദാൻ എന്ന കൃതി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാണ്? 4 ഭൂഖണ്ഡത്തിൽ ഏത് ഭൂഖണ്ഡമാണ് മഞ്ഞ? നമ്മുടെ ഏഷ്യയുടെ ചിഹ്നമാണ് കേട്ടോ മഞ്ഞ വളയം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അല്ലു അർജുൻ. ആരാണ്? അല്ലു അർജുനാണ് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 2021 മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 70ാമത് ആരാണ്? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? കാന്താര എന്ന ചിത്രത്തിലെ എന്താണ് എന്തോ ഒരു ഷെട്ടി എന്നൊരു പദം വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. പെട്ടെന്ന് ഷെട്ടി എന്നാണ് ലാസ്റ്റ് പേര്, ഫസ്റ്റ് ഒരു പേര് വരുന്നുണ്ട്. 70ാമത് കാന്താര എന്ന ചിത്രത്തില്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. കാലം സാക്ഷി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 51ാമത്തെ ആൻസർ ഇന്ത്യയാണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്ത് എവിടെയാണ്? ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഏത് വരും? 53 ഏത് വരും? 2 മാത്രമാണ് ശരി. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ച് കോമ്പല്ല്. ഞാൻ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്. കോമ്പല്ല് കായല്ലേ അക്ഷരം വരുന്നത്. അപ്പൊ ഇവിടെ കടിച്ച് കാ വരണം, കീറാൻ കാ വരണം കേട്ടോ. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ്. ലോല ഏതു വിളിയുടെ സങ്കര ഇനമാണ്? ലോല ഏതു വിളിയുടെ സങ്കര ഇനം? പയറാണ് കേട്ടോ. പയറിന്റെ സങ്കര ഇനമാണ് ലോല മാലിക. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിന്റെ ലക്ഷണമാണ്? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് അഥവാ കണ. അതാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് കേട്ടോ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? കണയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത്? കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ആണോ? കൽക്കരി പാരമ്പര്യേതരം അല്ല, പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഇത് തെറ്റാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ശരിയായ പ്രസ്താവനയാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. തെറ്റാണ്. സൂര്യൻ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 2 മാത്രം ശരിയാണ്. 56B. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന കടൽ തീരം ഏതെന്ന് ചോദിച്ചാൽ മുതിയം കടൽ തീരമാണ്. കടലാമകളെ സംരക്ഷിച്ചു വരുന്നത് മുതിയം കടൽ തീരമാണ്. അത് എവിടെയാണ്? മലപ്പുറത്താണ്. മുതിയം കടൽ തീരം മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം? 2023 ആണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. 2024 ഏതാണ്? ഒട്ടക വർഷമാണ്. 2024 ഒട്ടക വർഷമാണ് കേട്ടോ. 2024 ഒട്ടകം. 2025 ഏതാണ്? 2025 വരുന്നത് ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ വർഷം. ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ വർഷം അല്ലെങ്കിൽ ഗ്ലേസിയർ എന്ന് പറയും. പിന്നെ ക്വാണ്ടം സയൻസ് വർഷം. ഒരു 3-4 കാര്യങ്ങളുണ്ട് കേട്ടോ. ക്വാണ്ടം സയൻസ് വർഷം,
പിന്നെ വരുന്നത് UN-ന്റെ അന്താരാഷ്ട്ര വർഷം, UN-ന്റെ അന്താരാഷ്ട്ര വർഷം. പിന്നെ സമാധാനം, വിശ്വാസം ഇതിന്റെ വർഷം 2025. ഇനി 2026 ഏത് വർഷമായിട്ടാണ്? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. അതുപോലെ ഈ സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം. സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം. അതുപോലെ റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററി ലിസ്റ്റുകളുടെയും വർഷം. റേഞ്ച് ലാൻഡുകൾ കേട്ടോ, റേഞ്ച് ശ്രദ്ധിക്കണേ, റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററി ലിസ്റ്റുകളുടെയും വർഷം 2027. സുസ്ഥിരവും സുസ്ഥിരവുമായ ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷം. സുസ്ഥിരവുമായ ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷം. അപ്പൊ 2023 എന്താണ്? മില്ലറ്റ് വർഷം. 2024 ഒട്ടക വർഷം. 2025 ഹിമാനികളുടെ സംരക്ഷണ വർഷം. ക്വാണ്ടം സയൻസ്, UN അന്താരാഷ്ട്ര വർഷം. സമാധാനം, വിശ്വാസം അന്താരാഷ്ട്ര വർഷം. അടുത്തത് 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം. 2027 സുസ്ഥിരവും സുസ്ഥിരവുമായ ടൂറിസത്തിന്റെ അന്താരാഷ്ട്ര വർഷം. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. ഇതിലേത് വരും? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ അറിയപ്പെടും. നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളിപ്പോ ഒരു പഞ്ചായത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അവിടെ ആ ആരോഗ്യ കേന്ദ്രത്തിൽ പോയി പേര് നോക്കുക. ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു. ഇപ്പൊ ഇതിന്റെയൊക്കെ പേര് മാറ്റിയിട്ടുണ്ട്, കുടുംബാരോഗ്യ കേന്ദ്രം എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതില് ആർദ്രം പദ്ധതിയുടെ കീഴിലാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം. ഇതിവിടെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 60ാമത്തെ ക്വസ്റ്റ്യൻ 60ാമത്തെ A ആണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ഡിലീറ്റ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്, നോക്കണം കേട്ടോ. വൈദ്യുതോർജ്ജം എന്ത് ചെയ്യാണ്? യാന്ത്രികോർജ്ജമായിട്ട് മാറണം. പക്ഷെ അതിവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. കാരണം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം, മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദം വരുന്നുണ്ടല്ലോ, പുറത്ത് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടാകുന്ന സമയത്ത് ജലമായി മാറുന്ന, നിങ്ങൾ ഒരു ഐസ് കട്ടി എടുത്തിട്ട് അത് മാറുന്നു നോക്കി, അതിനൊന്ന് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയ, അത് ജലമായി മാറി. ഐസ് എന്ന് പറയുമ്പോൾ അതൊരു ഖരമാണ് അല്ലെ? അപ്പൊ പക്ഷെ അതൊരു ജലമായി മാറി വരുമ്പോൾ അതൊരു ദ്രാവകമായിട്ട് മാറുകയാണ്. അപ്പോ ഈ ദ്രാവകാവസ്ഥയിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് നോക്കൂ. എന്ത് ചെയ്യും? കണികകൾ തമ്മിലുള്ള അകലം കൂടും. ശരിയാണ് അല്ലെ? ഖരാവസ്ഥയിൽ ഇപ്പൊ ഖരാവസ്ഥയിൽ പറയുമ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ആയിട്ടായിരിക്കും, അടുത്തടുത്തായിരിക്കും അല്ലെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കണികകൾ തമ്മിലുള്ള അകലം എന്താണ്? അടുപ്പായിരിക്കും. പക്ഷെ ദ്രാവകത്തിലാകുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി ഡിഫറൻസ് വരും. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ 64ാമത്തെ ആൻസർ ഏതാ വരുന്നതെന്ന് അറിയോ? C ആണ് ഇവിടെ വരുന്നത്. 1, 2, 3 ശരിയാണ് കേട്ടോ. കണികകളുടെ ഊർജം കൂടും. കാരണം ഇവ സ്ഥിതി ചെയ്യുന്ന കണികകൾ കുറച്ചൊക്കെ എങ്ങനെയായിരിക്കും? വിട്ടിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കണികൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ഊർജം ഉണ്ടാകും. പിന്നെ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം, ഈ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് കണികൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ആകർഷിക്കും. പക്ഷെ ദ്രാവകത്തിലാവുമ്പോൾ കണികൾ തമ്മിലുള്ള അകലം എന്താണ്? കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇവ തമ്മിൽ ആകർഷിക്കാനുള്ള ശക്തി എന്താണ്? പ്രവണത കുറവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത് OMR നമ്മൾ ചെയ്തു നോക്കി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ ആൻസർ കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു എന്താ പറയാ, നമ്മളൊരു സ്ട്രഗിൾ എടുക്കുമല്ലോ, 50-50 എന്നുള്ള രീതിയിൽ. കാരണം ഇത് അറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ JT എന്നാണ് കണ്ടത് അല്ലെ. J പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അക്ഷരം ഇട്ടിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു. പിന്നെ സൗത്ത് ആഫ്രിക്ക എന്നൊന്നും ഇല്ല, SA എന്നൊന്നും ഇല്ല. അതുകൊണ്ട് JT എന്ന് പറഞ്ഞപ്പോൾ ജപ്പാൻ ആയിരിക്കും എന്ന് കണ്ടു. പക്ഷെ ആൻസർ ശരിയാണ് കേട്ടോ. 65. എപ്പോഴും അങ്ങനെ
വരണമെന്നില്ല. അപ്പൊ 65 ഏത് വന്നൂടെ? ബി ആണ് കേട്ടോ, ജപ്പാൻ. ഞാൻ അങ്ങനെ ആൻസറിലേക്ക് എത്തി എന്ന് പറഞ്ഞതാണ്. ഇനി തെറ്റ് വന്നിട്ട് നിങ്ങൾ എന്നോട് പറയരുത് കേട്ടോ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് ഇതിൽ ഉൾപ്പെടാത്തത്? 66ാമത്തത് ഡി, ഉൾപ്പെടില്ല കേട്ടോ. പക്ഷെ ഈ ആൻസർ ഒക്കെ ശരിയാണ് കേട്ടോ. ഇത് വരില്ല. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും ജെയിംസ് വെബോൺ. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. ശരിയാണ്. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് തെറ്റാണ്. ഒറ്റപ്പെട്ടത് ഏതാണ്? ഇതിൽ ഒറ്റപ്പെട്ടത് ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. ചിക്കൻ ബോക്സ് വൈറസ് ആണ്. ചിക്കൻ ബോക്സ് വൈറസ് ആണ്. 67 ബി ആണ്. നിപ വൈറസിന്റെ പ്രകൃതിയിലുള്ള വാഹക ജീവി ഏതാണ്? വവ്വാല്. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ? ഇൻസുലിൻ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്താ കാരണമാകുന്നത്? പ്രമേഹത്തിന് കാരണമാകുന്നതാണ് അല്ലെ? ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ. അപ്പൊ ഞാൻ ഇതും എങ്ങനെയാണെന്ന് അറിയാം ചെയ്തത്. ഡയബറ്റീസ് നമുക്കറിയാം പ്രമേഹമാണ്. ഇൻസുലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്രമേഹമാണ്. അപ്പോൾ ഈ പ്രമേഹം ഷുഗർ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും കണ്ടിട്ട് നമ്മൾ മെലിഞ്ഞിട്ടിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നത് ഷുഗർ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കും. അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് കേട്ടോ, മെലിഞ്ഞിരിക്കുക അങ്ങനെ കണക്ട് ചെയ്തു. രക്തത്തിലെ അപ്പൊ പറയണം, ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കണേ. ഇൻസുലിന്റെ ഉൽപാദനം നടക്കുന്നില്ല, പിന്നെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഡയബറ്റിസ് ആകും, പ്രമേഹം കാരണമാകും. പ്രമേഹം വരുമ്പോൾ മെലിഞ്ഞിട്ടിരിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് HB കുറഞ്ഞു. എനിക്ക് HB കൂടുതലാണ്, ഭയങ്കര ടയേർഡാണ്, ക്ഷീണമാണ്. എന്താണ് ഇവിടെ? ഇരുമ്പിന്റെ അംശം കുറയുന്നതുകൊണ്ടാണ് ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം കേട്ടോ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നമുക്ക് ഇതിലൊക്കെ എടുക്കാം. ലാക്ടോമീറ്റർ പാലിന്റെ ആണ് അല്ലെ? തെർമോമീറ്റർ നമുക്കറിയാം താപത്തിന്റെ അളവ് അളക്കാനാണ്. സ്റ്റെതസ്കോപ്പ് നമുക്കറിയാം ഡോക്ടർമാര് നമ്മുടെ ശരീരത്താക്കുന്നതാണ് അല്ലെ? ഇതെവിടെ ഇത് വരും? സ്ഫിഗ്മോമാനോമീറ്റർ ആണ്. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ. കൊഴുപ്പ് കൂടിയാൽ അതിറോസ്ക്ലെറോസിസ്, കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള അസുഖമാണ് ഹൃദയാഘാതം. നമ്മൾ പറയാറുണ്ട് കൊഴുപ്പടങ്ങിയ ആഹാരം കഴിക്കാതെ വ്യായാമം ചെയ്യണം അല്ലെ? അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരും, പക്ഷാഘാതം, സ്ട്രോക്ക് വരും കൊഴുപ്പ് കൂടിയാല്. പ്രമേഹം വരില്ല. പ്രമേഹമാണ് ഇവിടെ ആൻസർ കേട്ടോ. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റുകളെ ബാധിക്കുന്നതാണ് HIV കേട്ടോ. ലിംഫോസൈറ്റുകളെ ബാധിക്കുന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? വിവ്സ്. ഇവിടെ ഞാൻ എന്താണെന്നറിയാം കണക്ട് ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ്, കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുകയാണ് അല്ലെ? അപ്പൊ അവിടേക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ആരെയാണ് അവർ വിളിക്കുക? അമ്മമാര് വരണം എന്ന് പറയണേ. അപ്പൊ ഭർത്താക്കന്മാർ എന്ത് പറയും? വൈഫിനെ പറഞ്ഞു വിടും അല്ലെ? വൈഫിനെ എന്ത് ചെയ്യും? സ്കൂളിലേക്ക് പറഞ്ഞു വിടും. അപ്പൊ അവിടെ വൈഫ് കണ്ടോ അങ്ങനെ നിർത്തണം കേട്ടോ. അപ്പൊ സ്കൂൾ നമ്മളെപ്പോഴും കുട്ടികളുടെ അടുത്ത് ആരാണ് കൂടുതൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ കൂടുതൽ കുട്ടികളായിട്ട് മിംഗ്ലിംഗ് ആകാൻ? അത് അമ്മമാർക്കേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഭർത്താക്കന്മാർ എന്ത് പറയും? ഭാര്യയോട് പറയും നിങ്ങളൊന്ന് നീ പോട്ടോ എന്ന് പറയും അല്ലെ? അപ്പൊ വൈഫ്സ് കേട്ടോ, വിവ്സ്. ഞാൻ കണക്ട് ചെയ്തത് ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. നിങ്ങൾക്കത് ശരിയല്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കി വിടണം കേട്ടോ. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. പെട്ടെന്ന് നമ്മൾ ഈ സ്പർശിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് ശ്രദ്ധിക്കണം. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ ബാലമിത്രയാണ് കേട്ടോ. 75 ഡി ആണ് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല? പകരാത്തത് ലൈംഗികബന്ധത്തിലൂടെ പകരും, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരും, ഗർഭസ്ഥ ശിശുവിൽ നിന്ന് പകരില്ലേ? പകരും. സിറിഞ്ച് സൂചി പകരും. കൊതുക് ഈച്ചയിലൂടെയൊന്നും കൊതുകിന് ഈച്ചയ്ക്ക് അത്രയ്ക്കുള്ള വലിയ കഴിവൊന്നും ഇല്ല. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ഗീതിക കൗൾ ആണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം. സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം 78. ഏത് വരും?
കൊൽക്കത്ത. സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഇപ്പൊ നമുക്ക് ഈ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് തോന്നുന്നു, അതിൽ കറണ്ട് അഫെയർ നമുക്ക് പഠിക്കേണ്ട. സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്ക ആണെന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. ദക്ഷിണാഫ്രിക്ക ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇന്ത്യ 2ാം സ്ഥാനത്താണ്. അപ്പൊ എത്രത്തോളം മോശമാണെന്ന് നോക്കൂ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് സംസ്ഥാന സർക്കാരിനുള്ള കീഴിലാണ്. പഠിക്കണം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് തുടങ്ങനാടാണ്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്രയാണ്? 28%. 28%. അങ്ങനെ 80 ക്വസ്റ്റ്യൻ പഠിച്ചു. 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോ 320 പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. 320 എത്ര എണ്ണം അറിയാണ്ട് നിന്നു എന്നുള്ളത് നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കുക കേട്ടോ. എന്നിട്ട് അപ്പൊ മനസ്സിലാക്കുക, പഠനത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോട് നമ്മുടെ പുതിയ SCERT ക്ലാസ്സുകളൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇപ്പൊ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പുതിയ SCERT. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു ക്ലാസ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ആ ലെസൺ വായിച്ചിട്ട് പറഞ്ഞു തരണോ, അതോ ലെസന്റെ താഴെ ഞാൻ അത് ലെസൺ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്ന ശേഷം അതിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന് പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്ത പോലെ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ ഒന്ന് കമന്റ് ചെയ്യാണ്ടിരുന്ന എനിക്കത് അറിയില്ല. ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. സൺഡേ ആണ്. റിവിഷൻ ചെയ്യുക കേട്ടോ. തന്നിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. മാറ്റുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ചൂട് കാലമാണ്. ഹെൽത്ത് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം പഠിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ധാരാളം കുടിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ഓർമ്മകളൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ. പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റുക. അടുത്ത ക്ലാസ്സിൽ എന്റെ കൂട്ടുകാർ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.